അല്ല ഇതാര് കുഞ്ഞേപ്പള്ളിയനോ? ഇതെന്നാ കുഞ്ഞേപ്പള്ളിയാ ഈ സമയത്ത് ഇങ്ങനെ ഈ വഴിയെ എങ്ങോട്ട് പോവാ? കള്ള് ഷാപ്പിൽ വെച്ച് കള്ള് കുടിക്കാം. ജയനാശാനി ഞാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നോക്കി നിൽക്കുന്ന സമയമാണ്. ഏത് ജയനാശാനാ? കാവങ്കണ്ടം ജയനാശാൻ. കാവങ്കണ്ടം ജയനാശാൻ വരുവോ? വരും. അപ്പം ഞാൻ വന്നാ വെയിറ്റ് ചെയ്താ പുള്ളിയെ ഒന്ന് കാണാൻ പറ്റുമോ? പുള്ളിയെ കാണാൻ പറ്റും. പിന്നെ ഈ തന്നെ ഈ കണ്ണ് മൂടിക്കെട്ടി വെച്ചേക്കുന്ന ഇന്നലെ അംജിത് ഖാൻ സാർ മരിച്ച ദിവസമായതുകൊണ്ടാണോ? അംജിത് ഖാൻ സാറ് മരിച്ച ദിവസമായിരുന്നു. 34 വർഷം ആയി. ഇന്നലെ ആയി. അദ്ദേഹം 1992 51 വയസ്സിലാണ് മരിക്കുന്നത്. ഷോലെ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലും ലോക ഹിറ്റായ മനുഷ്യനുമാണ് പുള്ളി. ശരിയല്ലേ? ശരിയല്ലേ? സൂപ്പർ ഹിറ്റ് പടമല്ലായിരുന്നോ? പിന്നെ വേറൊരു കേസ് ചോദിക്കട്ടെ, അംജിത് ഖാൻ സാറിന് ഇഷ്ടമായിരുന്നോ? ഭയങ്കര ഇഷ്ടമാ അല്ലേ? അതുകൊണ്ടാണോ ഈ കണ്ണു മൂടിക്കെട്ടി ഇങ്ങനെ വില്ലൻ വേഷങ്ങളിൽ നടക്കുന്നത്? അപ്പൊ ഞാനും വെയിറ്റ് ചെയ്താല് കാവുണ്ടം ജയനാശാനെ ഒന്ന് കാണാൻ പറ്റുമോ? വന്നാല് കാണാൻ പറ്റും. ആ പുള്ളി ഇന്ന് വന്ന് കുഞ്ഞേപ്പള്ളിനെ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഈ പെഴക് ഷാപ്പിൽ കയറാനാണോ? അവിടെ നല്ല കള്ളും കപ്പയും കറിയും ഉണ്ടോ? കറിയൊക്കെ ഉണ്ട്. അവിടെ ബോർഡ് വെച്ചേക്കുന്ന കാണാം. തണുപ്പിച്ച കള്ളുണ്ട്, പൂജക്കള്ളുണ്ട്, കാടയുണ്ട്, കോഴിയുണ്ട്, കരിമീനുണ്ടെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്. അതെല്ലാം ഉള്ളതാണോ അവിടെ? എന്നാ ഞാനും വെയിറ്റ് ചെയ്യാം. ആശാനിങ്ങ് വരട്ടെ, കാവങ്കണ്ടം ആശാനിങ്ങ് വരട്ടെ. വന്നിട്ട് എനിക്ക് ആശാനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആശാനിങ്ങ് വരട്ടെ അല്ലേ? ആശാൻ വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കൂടാം അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ അംജിത് ഖാൻ സാറിന് ഓർമ്മയായിട്ടാണ് ഈ കണ്ണു മൂടിക്കെട്ടി ഇങ്ങനെ നടക്കുന്നത്. ഏതായാലും സൂപ്പറാണ്. അമരീഷ് പുരി സാറ്, അംജിത് ഖാൻ സാറ് ഒക്കെ പഴയ സിനിമയിൽ വില്ലൻ വേഷത്തിൽ വരുന്ന പോലെ തന്നെയുണ്ട് കുഞ്ഞാപ്പള്ളിൻ്റെ ഈ കണ്ണു മൂടിക്കെട്ടിയുള്ള വരവ്. എന്നാൽ ഞാനും വെയിറ്റ് ചെയ്യാം കുഞ്ഞാപ്പള്ളിയ. ഓക്കെ.